ഭീകരവാദികളുടെ ഉപഗ്രഹ ചിത്രം ലഭിച്ചതിനെ തുടർന്ന് ജമ്മുകാശ്മീരിലെ പീർ പഞ്ചാൽ മലനിരകളിൽ സുരക്ഷാ സേന പരിശോധന നടത്തുകയാണ്. അതേസമയം ബൈസരൻ താഴ്വരയിൽ ആക്രമണം നടത്തിയ ഭീകരർ തന്നെയാണോ പീർ പഞ്ചാൽ മലനിരകളിൽ ഉള്ളതെന്ന് വ്യക്തമല്ല. കശ്മീരിലെ പീർ പഞ്ചാൽ മലനിരകളിൽ നിന്നും എസ് നന്ദഗോപൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് പീർപ്പഞ്ച് മലനിരകളിലാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ സാറ്റലൈറ്റ് പിക്ചറിൽ ചില ഭീകരരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്ന് സാറ്റലൈറ്റ് പിക്ചറിലൂടെ വ്യക്തമായ ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയ റൈഫിൾസിൻ്റെ സ്പെഷ്യൽ ഓപ്പറേറ്റിംഗ് ഗ്രൂപ്പും അതേപോലെ തന്നെ CRPFിൻ്റെ കമാൻഡോ ഗ്രൂപ്പും സൈന്യത്തിൻ്റെ പ്രത്യേക കമാൻഡോ ഗ്രൂപ്പും ഈ മേഖലയിലേക്ക് എത്തി ഇപ്പോൾ തിരച്ചിൽ നടത്തുകയാണ്. ഈ ദൃശ്യങ്ങളിൽ കാണാം എത്രമാത്രം ഭയാനകമായ ഒരു വലിയ മലനിരകളാണ് ഈ പീർപ്പഞ്ച് മലനിരകൾ എന്നുള്ളത്. ഭയാനകത്തിനപ്പുറത്തേക്ക് വളരെ സുന്ദരമായ ഒരു അന്തരീക്ഷം കൂടിയാണ്. അതേസമയം പ്രതികൂല കാലാവസ്ഥയാണ്. ഈ ഭീകരവാദികൾക്ക് ഈ പ്രതികൂല കാലാവസ്ഥയിലും ജീവിക്കുവാനുള്ള അല്ലെങ്കിൽ അതിനെ തരണം ചെയ്യുവാനുള്ള പ്രത്യേക ട്രെയിനിങ് ലഭിച്ചു എന്നുള്ളതാണ് പ്രധാനമായും ഈ ദൗത്യ സംഘം കരുതുന്നത്. അല്ലാത്ത പക്ഷം അവർക്ക് ഇവിടെ ഈ മലനിരകളിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇവിടേക്ക് ഈ ഭീകരരുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതിൽ പിന്നെ കൂടുതൽ കമാൻഡോ സംഘം അടക്കമുള്ള കൂടുതൽ സൈനിക സംഘം ഈ മേഖലയിലേക്ക് എത്തി തിരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ ആ തിരച്ചിലിൻ്റെ ദൃശ്യങ്ങളോ അല്ലെങ്കിൽ സെർച്ച് ഓപ്പറേഷൻ്റെ മറ്റ് ദൃശ്യങ്ങളൊന്നും നമുക്ക് നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഏതായാലും ഈ ഭീകരരുടെ സാന്നിധ്യം ഈ മലമേഖലകളിൽ ഉണ്ട് എന്ന് തന്നെയാണ് ദൗത്യ സംഘം കരുതുന്നത്. ഈ പ്രതികൂലമായ കാലാവസ്ഥ തരണം ചെയ്തും ദൗത്യ സംഘം ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. അതേസമയം രാത്രിയാകുമ്പോഴേക്കും ഇത് ഈ തിരച്ചിൽ കൂടുതൽ ദുഷ്കരമാകുമെന്നുള്ളതാണ് ദൗത്യ സംഘം വ്യക്തമാക്കുന്നത്. ഈ പെഹൽഗാമിലെ ബൈസരൻ വാലിയിൽ നടന്ന തീവ്രവാദ അക്രമത്തിൽ പങ്കെടുത്തവരാണോ ഇവിടെ ഉള്ളത് എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതേസമയം 4 പേരുടെ സാറ്റലൈറ്റ് ചിത്രങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. പ്രധാനമായും 4 പേരായിരുന്നു ഈ ബൈസരൻ വാലിയിൽ നടന്ന ഓപ്പറേഷനിൽ തീവ്രവാദ അക്രമത്തിൽ പങ്കെടുത്തത് എന്നുള്ളതാണ് പ്രധാനമായും സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അവർ തന്നെ ആകാം ഈ പീർപ്പഞ്ച് മലനിരകളിൽ ഉള്ളത് എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതേസമയം തന്നെ കുൽഗാം മലനിരകളിലും തിരച്ചിൽ തുടരുകയാണ്. ഏതായാലും ഈ പീർപ്പഞ്ച് മലനിരകളിലേക്ക് രാഷ്ട്രീയ റൈഫിൾസിൻ്റെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് ഇവിടെ എത്തി സെർച്ചിങ് നടപടികൾ ഇപ്പോഴും തുടരുകയാണ്. പീർപ്പഞ്ച് മലനിരകളിൽ നിന്നും ക്യാമറമാൻ ഉണ്ണി കെ വാര്യർക്കൊപ്പം എസ് നന്ദഗോപൻ, ജനം.